ഇന്ന് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ഈ ക്രിസ്ത്യൻ മുസ്ലിം ഡിബേറ്റുകൾ, അല്ലെങ്കിൽ നിരീശ്വരവാദികളും ബൈബിൾവാദികളും അങ്ങനെ അതുപോലെ തന്നെ ഇസ്ലാം മതവാദികളും അതുപോലെ തന്നെ നിരീശ്വരവാദികളുമൊക്കെ തമ്മിലുള്ള ഡിബേറ്റുകൾ, ഇങ്ങനെ പലപ്പോഴും അത് വലിയ ഡിബേറ്റുകൾക്ക് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങൾക്കൊക്കെയും വഴി വെട്ടാറുണ്ട്. അത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നതാണ് പലപ്പോഴും. എന്നാൽ ഇത് വലിയ ഒരു സമൂഹത്തിലെ പല തരത്തിലുള്ള മേഖലകളിലേക്ക് കടന്നു കയറാൻ സാധ്യതയുള്ള ഒന്നാണ്. രണ്ട് ചേരികൾ തിരിഞ്ഞുകൊണ്ടുണ്ടാകുന്ന ആ വിദ്വേഷ പ്രസംഗങ്ങൾ പിന്നീട് അങ്ങോട്ടുള്ള കയ്യാങ്കളിയിലേക്കൊക്കെ മാറാൻ സാധ്യതയുള്ള പോലെയുള്ള കാര്യങ്ങളാണ് ഇപ്രകാരങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതാണ് സമൂഹത്തിൽ. കാരണം രണ്ട് ഭാഗത്തും ഹർട്ട് ചെയ്യാം ഇപ്രകാരം. കാരണം മതമെന്ന് പറയുന്നത് ഒരു എപ്പോഴും പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതെവിടെയാണെന്ന് പറഞ്ഞാലും അത് മതത്തെ തൊട്ട് കളിക്കുമ്പോൾ അതിൻ്റേതാകുന്ന ഭവിഷ്യത്തുകൾ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ അതിനിടയിലോട്ട് വരുന്ന കമൻറ്റുകൾ അങ്ങനെയുള്ളതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എപ്പോഴും അതിങ്ങനെ മറ്റൊന്നിനെ ആക്രമിക്കാനായിട്ട് ഉത്സാഹം കൊണ്ട് നിൽക്കുന്ന ഒന്നായിട്ട് നമുക്ക് മതത്തെ കാണാൻ കഴിയുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കമൻ്റ് ഇടുന്നതിനെക്കാട്ടിലും മോശമായ രീതികളിൽ എപ്പോഴും ഈ മത വിഭാഗങ്ങൾ തമ്മിലുള്ള കമൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ തീവ്രമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലിത് ഈ ലോകത്തിൽ എനിക്ക് തോന്നുന്ന ഒരു പുസ്തകങ്ങളും നമുക്ക് വാദിച്ച് തെളിയിക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എല്ലാ പുസ്തകങ്ങളുടെയും ഒരു സ്വഭാവം അങ്ങനെയാണ്. ഈ പുസ്തകമാണ് പൂർണ്ണത, ഇതിൽ പറയുന്നതാണ് സത്യമെന്ന് ഒരു പുസ്തകം വെച്ചും നമുക്ക് ആർക്കും തെളിയിക്കാൻ കഴിയില്ല. കാരണം എപ്പോഴും നമ്മൾ തെളിയിച്ച് വരുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഉള്ള ആൾക്കാർ അത് എന്ത് ചെയ്യും, അതിൻ്റെ അകത്തെ കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതിപ്പോൾ രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഉപനിഷത്തുകളാണെങ്കിലും വേദങ്ങളാണെങ്കിലും പിന്നെ ഗുരു ഗ്രന്ഥ സാഹിബാണെങ്കിലും ഖുറാനാണെങ്കിലും ബൈബിളാണെങ്കിലും മറ്റേതൊരു മതഗ്രന്ഥങ്ങൾ എടുത്തെന്ന് പറഞ്ഞാലും നമുക്കൊരിക്കലും നമുക്കത് വാദിച്ചിട്ട് ഇതാണ് സത്യമെന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനായിട്ട് അതേറ്റവും പ്രയാസകരമാകുന്ന ഒന്നാണ്. പലപ്പോഴും പല ഡിബേറ്റുകളുമൊക്കെയും ഒരു ഭാഗം ജയിച്ചു മറ്റൊരു ഭാഗം തോറ്റു എന്ന് ഇങ്ങനെ അതിന് ശേഷമുണ്ടാകുന്ന ആ എഴുത്തുകളിൽ നിന്നും മറ്റവർ കണ്ടം വഴി ഓടി ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, മിണ്ടാതെയാക്കി, അല്ലേ, അവരെ ഖണ്ഡിച്ചു കളഞ്ഞു എന്നുള്ള വാക്കുകളൊക്കെ പിന്നീട് അതിൻ്റെ അടിയിലേക്ക് ഹെഡ്ലൈനുകളായിട്ടൊക്കെ എഴുതി ചേർക്കാനായിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗവും തോറ്റു പിന്മാറുകയല്ല, വീണ്ടും ഇരട്ടി ശക്തിയോടുകൂടി മടങ്ങി വന്നിട്ട് പിന്നെയും പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിലെ സത്യാവസ്ഥ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളിൽ അതിൻ്റെ അകത്ത് വ്യക്തതയുണ്ടോ എന്നൊക്കെ പലപ്പോഴും പറയുന്നവർക്ക് പോലും തെളിയിക്കാൻ കഴിയാത്ത അനേക മണ്ഡലങ്ങൾ ഇപ്രകാരമുള്ള പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയാറ്. കാരണം ബൈബിള് മുഴുവനും വായിച്ചിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ബൈബിള് നമുക്ക് പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഖുർആൻ വായിച്ചിരിക്കുന്ന ആളത് വിശ്വസിക്കുകയാണ്. രാമായണവും മഹാഭാരതവും വായിച്ചിരിക്കുന്ന ആളത് വിശ്വസിക്കുകയാണ്. അതിലെ ആശയങ്ങൾ അടിയുറച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിലെന്ത് തെറ്റുണ്ടെങ്കിലും അത് പൂർണ്ണതയില്ല എങ്കിലും അതിൻ്റെ വക്താക്കൾ അതിനെ എപ്പോഴും ശരിയാക്കി മാത്രമേ സംസാരിക്കാറുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവം എല്ലാ പുസ്തകങ്ങളുടെ വക്താക്കൾക്കും ഉള്ളതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചയ്ക്ക് വിളിച്ചാലും എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും രാഷ്ട്രീയ പാർട്ടിയെ പിന്താങ്ങിയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നവരൊക്കെ സംസാരിക്കാൻ നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പോൾ അപ്രകാരം ഒരു പുസ്തകവും അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥങ്ങളും നമുക്ക് പൂർണ്ണമായിട്ടും മറ്റാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ ശൈലികൾ അങ്ങനെയാണ്. കാരണം മാനുഷിക ബുദ്ധികൾക്ക് എപ്പോഴും അപ്പുറത്താണ് ഇതിലെ ചിന്തകൾ എഴുതി വച്ചിരിക്കുന്നത്. അതൊരിക്കലും അത് വിശ്വസിക്കുന്ന ആൾക്കല്ലാതെ മറ്റൊരാൾക്കത് വിശ്വസിക്കാൻ കഴിയത്തില്ലാത്ത രീതിയിലാണ് ഇതിലെ കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കന്യകാജനത്തെ പറ്റി മറ്റൊരാളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ്, അല്ലേ? അതുപോലെ നബിയുടെ അതാകുന്ന ചില കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന വിവാഹ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ, രോഗസൗഖ്യത്തെപ്പറ്റി പറയുമ്പോൾ, അങ്ങനെയുള്ളതാകുന്ന ഈ നബിയുടെ ഈച്ച പ്രമാണങ്ങൾ, അല്ലേ? അതുപോലെ തന്നെ ഉള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊരിക്കലും മറ്റൊരാൾക്കത് മനസ്സിലാകില്ല. ചില കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ ഖുറാനിലും മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലാത്ത രീതിയിൽ
അപ്രകാരമാണ് അതിൻ്റെ അകത്ത് എഴുതി അത് ചേർക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും എന്താണ്, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ അകത്തൊക്കെയുള്ള ഉള്ളടക്കങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മുമ്പോട്ട് പോകാനല്ല മതങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് പലപ്പോഴും വിദ്വേഷത്തിലേക്ക് എന്താണ് കലാശിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ഓരോ ഡിബേറ്റുകൾ ഉണ്ടാകുന്നത്. പിന്നീട് അതിനെക്കുറിച്ചുള്ള പിന്നെ എന്താണ് പേഴ്സണലായിട്ടുള്ള വീഡിയോകൾ പിന്നീട് വരുമ്പോൾ അത് മറ്റൊരു വിഭാഗത്തെ ഹർട്ട് ചെയ്തുകൊണ്ടാണ് മിക്കവാറും സംസാരിക്കാറായിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിലും ഡിബേറ്റ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അതിനെ ഖണ്ഡിക്കുക, പിന്നീട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് വീഡിയോകളിട്ട് വീണ്ടും അതിനെ കുത്തി മുറിവേൽപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരഭിപ്രായം എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ബൈബിളിലാണ്. ആ ബൈബിളിൻ്റെ വക്താവെന്ന നിലയിലാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഈ ബൈബിളിലെ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ അതിന് കേവലം മാനുഷികപരമാകുന്ന ബുദ്ധി കൊണ്ടൊരിക്കലും ബൈബിളിനെ തെളിയിച്ച് പറയാനായിട്ട് കഴിയില്ല. അതങ്ങനെയാണ്. കാരണം ബൈബിളിൽ ഡിബേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ബൈബിൾ ഡിബേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി എന്താണ് ആ ഡിബേറ്റിന് സന്നദ്ധരായി കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിന് ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചിട്ട് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു എന്നാണ് പറയുന്നത്. അപ്പം മേൽക്കുമേൽ ശക്തി പ്രാപിച്ചിട്ട് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിക്കുക. അങ്ങനെ ബർന്നബാസിൻ്റെയൊക്കെ തർക്കങ്ങൾ, പൗലോസിൻ്റെയൊക്കെ തർക്കങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അവർ യഹൂദന്മാരെ ഖണ്ഡിച്ച് കളഞ്ഞു, മിണ്ടാതാക്കി. അപ്പോൾ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിനെക്കുറിച്ച് അതിന് മുമ്പായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ യേശുക്രിസ്തു പരീശന്മാരോട് ശാസ്ത്രിമാരോടും ഒക്കെ തർക്കിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എന്താണ് മറ്റുള്ളവരുടെ വായ അടപ്പിച്ച് കളയുകയാണ്. പിന്നീട് അവർ വാ തുറക്കത്തില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുകയാണ്, വാ അടച്ചു കളയത്തക്ക രീതിയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രകടനത്തിലൂടെയാണെങ്കിൽ ഒരു സാന്നിധ്യത്തിൽ നിന്നാണ് ആ ഡിബേറ്റുകളുടെ എല്ലാം പൂർത്തീകരണം നടക്കുന്നതെന്ന് ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടങ്ങളിലെ ബൈബിൾ ഡിബേറ്റേഴ്സായി പോകുന്ന ആളുകൾ അപ്രകാരം ഒരു പ്രവണതയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമുക്കെന്താണ് ആ ഡിബേറ്റുകളുടെ ചില ചഞ്ചലിക്കുന്ന അവസ്ഥകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട്. കാരണം ക്ലാരിറ്റി അവിടെ കുറവായിരിക്കുന്നു. തങ്ങളുടെ ചർച്ചകൾക്ക് ക്ലാരിറ്റി കുറവായി പലപ്പോഴും അവർക്ക് അനുഭവപ്പെടാറുണ്ട്. കേൾക്കുന്ന ആളുകൾക്കും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണോ അദ്ദേഹം ബൈബിളിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഇല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മറ്റേയാൾക്ക് ഖണ്ഡിക്കാൻ കഴിയാതെ വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ടോ എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ അത് പലപ്പോഴും എന്ത് ചെയ്യും, നമ്മുടേതാകുന്ന വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മാനുഷിക ബുദ്ധി കൊണ്ടും മാനുഷിക അറിവ് കൊണ്ടും ബൈബിളിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ കുറവ് അവിടെ അനുഭവപ്പെടുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു വ്യതിചലനം അവിടെ ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദിക്കുന്നയാൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിറവോടുകൂടി വാദിച്ച് പൗലോസും അതുപോലെ തന്നെ ശീലാസും അപ്പൊല്ലോസും ഒക്കെ വാദിച്ച് ജയിച്ചതുപോലെ എന്താണ് ഒരു ജയം അനിവാര്യമാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അത് പ്രത്യേകിച്ചും ഡിബേറ്റേഴ്സായി പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിബേറ്റേഴ്സിനുണ്ടായിരിക്കേണ്ടതാകുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത്. അത് യേശുക്രിസ്തു പരീശന്മാരോടും ശാസ്ത്രിമാരോടും തർക്കിക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ യേശുക്രിസ്തു മറുപടി കൊടുക്കുന്നത് അവരുടെ വായ അടച്ചു കളയുന്ന പോലെയാണ്. പരീശന്മാരും ശാസ്ത്രിമാരും വളരെ ആഴത്തിൽ അറിവുള്ളവരാണ് ന്യായപ്രമാണത്തെക്കുറിച്ച്, അല്ലേ? അപ്പോൾ അവരോട് ന്യായപ്രമാണത്തിൽ ആഴത്തിൽ അറിവുള്ള അരച്ച് കലക്കി കുടിച്ചിരിക്കുന്നവരാണ് പരീശന്മാരും ശാസ്ത്രിമാരും. അപ്പോൾ അവരോടൊക്കെയും യേശുക്രിസ്തു വാദിക്കുമ്പോൾ അവരുടെ ആ അറിവിനേക്കാൾ ഉപരിയായി യേശുക്രിസ്തുവിൻ്റെ ആ സംസാരത്തിലുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും മിണ്ടാതെയാക്കി കളയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിബേറ്റിനായി കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഒരു പ്രാർത്ഥനയുടെ ആവശ്യകത എവിടെയുണ്ട്. മണിക്കൂറുകളോളം മുഴങ്കാലിൽ നിന്ന് നമ്മൾ ആ വിഷയത്തെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പല ഡിബേറ്റേഴ്സിനും ഇന്ന് അത്രത്തോളം ആഴത്തിലുള്ളൊരു പ്രാർത്ഥന ഉണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആഴത്തിലുള്ള പ്രാർത്ഥന എതിരാളികൾ എന്ത് ചെയ്യും, അവരുടെ ചോദ്യങ്ങൾക്ക് അവർ പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ ഒരുവൻ സംസാരിച്ചാൽ പരീശന്മാരും ശാസ്ത്രിമാരും ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ പ്രതീക്ഷിക്കാത്ത ആൻസറാണ് യേശുക്രിസ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് അവർ ആശ്ചര്യപ്പെട്ടു പോയി, അവൻ്റെ ആ ഉത്തരത്തെങ്കിൽ അവർ ആശ്ചര്യപ്പെട്ടു പോയി, അവർ മിണ്ടാതെയായിപ്പോയി. പിന്നീട് അവർക്ക് അവനോടൊന്നും ചോദിക്കുവാനില്ലായിരുന്നു എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ആ യേശുക്രിസ്തുവും തമ്മിലുള്ള പരീശന്മാരും തമ്മിലുള്ള ഡിബേറ്റിലൊക്കെ കൊടുത്തിരിക്കുന്ന അപ്രകാരമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ആഴത്തിലുള്ള അറിവുള്ളവരോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ യേശുക്രിസ്തുവിന് ആഴത്തിലുള്ള അറിവുണ്ട്,
അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിന് പരിശുദ്ധാത്മാവിൻ്റെ ആഴത്തിലുള്ള ഒരു ഗൈഡൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആഴത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസ് ഒന്നുണ്ടാവണം, ഡിബേറ്റേഴ്സിന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിന് ശക്തമായ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ എന്ത് ചെയ്യണം? ഈ ഡിബേറ്റേഴ്സ് നന്നായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ട് അപ്രകാരം ഒരു പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ ഗൈഡൻസോടുകൂടി വേണം എന്ത് ചെയ്യാനായിട്ട് കടന്നുപോയി ഇപ്രകാരമുള്ള ഡിബേറ്റുകളിലൊക്കെ എന്ത് ചെയ്യണം? പങ്കെടുക്കേണ്ടതായ അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ജനറലായിട്ടുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജനറലായിട്ടുള്ളൊരു ടോപ്പിക്കാണെങ്കിൽ അതിനെ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യും? പഠിച്ചിട്ട് നമുക്കതിനെ പ്രതിപാദിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇത് ദൈവിക മർമ്മങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അല്ലേ? ഇപ്പം ട്രിനിറ്റിയെ പറ്റി ഒരു സംവാദം നടക്കുമ്പോൾ ദൈവിക മർമ്മമാണ്, അതിനെ ബുദ്ധി കൊണ്ട് ഒരിക്കലും എന്താണ് ആൻസർ ചെയ്യാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു ടോപ്പിക്കാണ് ഈ തൃത്വം എന്ന് പറയുന്നത്. തൃത്വത്തെപ്പറ്റി അനേക പുസ്തകങ്ങളും അതുപോലെ തന്നെ അനേക ഡിബേറ്റുകളൊക്കെ കണ്ടിരിക്കുന്നത് പലപ്പോഴും എന്താണ്, ഇത് പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് പോലും സംശയം ഉണ്ടാകത്തക്ക രീതിയിൽ ട്രിനിറ്റി ഒരു മർമ്മമാണ്, ദൈവിക മർമ്മമാണ്. അപ്പോൾ ആ ദൈവിക മർമ്മത്തെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് എപ്പോഴും, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമുക്ക് സകലത്തിലും അവൻ നമ്മളെ വഴി നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുമെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായും. അപ്പോൾ ഈ ട്രിനിറ്റി എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു ആഴമാണ്. അപ്പോൾ അതിനെ ആരായുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ട്രിനിറ്റിയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരിക്കലും മാനുഷികപരമായിട്ട് നമ്മൾ വെള്ളം, കറണ്ട്, വെളിച്ചം ഇല്ലെങ്കിൽ അങ്ങനെ പല ഉപമകളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിനെ നമ്മൾ ഖണ്ഡിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും എന്താണ് അപ്രകാരം ഈ ലോകത്തിൻ്റെ ഒരു ഉപമ കൊണ്ടോ ഒരു എക്സാമ്പിൾ കൊണ്ടോ ഒരിക്കലും ട്രിനിറ്റിയെ നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. കാരണം ദൈവിക മർമ്മമാണ്. ആ മർമ്മം വെളിപ്പെടുത്തേണ്ടത് പരിശുദ്ധാത്മാവാണ്. അത് ചോദിക്കുന്നയാൾ അതെപ്പോഴും ചോദിക്കുന്നത് ഒരിക്കലും അത് എന്താണ് അതൊരു നമുക്കത് എപ്പോഴും കുടുക്കിലാക്കാനാണ് നോക്കുന്നത്, അല്ലേ? വാക്കാൽ പിടിക്കാൻ നോക്കുകയാണ്, കുടുക്കിലാക്കാൻ, യേശുവിനെ കുടുക്കിലാക്കാൻ നോക്കുകയാണ് അങ്ങനെ ഈ ഡിബേറ്റിന് വരുന്ന പരീശന്മാർ, ശാസ്ത്രിമാർ. പക്ഷേ ആ കുടുക്കിൽ വീഴാതിരിക്കുവാൻ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവാണെന്നുള്ളതാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിലേക്ക് വരുമ്പോഴത്തേക്കും എത്ര വലിയ രീതിയിലുള്ള കുടുക്ക് ചോദ്യങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞാലും അതിനെയൊക്കെ മറികടക്കാൻ തക്കൊണ്ടുള്ള മർമ്മങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമെന്നുള്ളതാണ്. അതാണ് പ്രതിയോഗി മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണമെന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്ത് പറയുമെന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. ആ നാഴികയിൽ നിങ്ങൾ പറയേണ്ടത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ തരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ആ നാഴികയിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിലൊരു ഉത്തരം തരുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അത് ഏത് പ്രതിയോഗിയാണെന്ന് പറഞ്ഞാലും അതിപ്പോൾ അന്തിമ കാലഘട്ടങ്ങളിൽ പെർസിക്യൂഷൻ ചെയ്യാൻ വരുന്ന അവരെക്കുറിച്ചായിരിക്കും അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഒരു പ്രതിയോഗി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ നാവിൽ ഒരു ഉത്തരം ആര് തരും? പരിശുദ്ധാത്മാവ് തരുവാനായിട്ട് ഇടയാക്കി. ആ ഒരൊറ്റ ഉത്തരം അവരുടെ 1000 ചോദ്യങ്ങളുടെ മുനയെ ഒടിക്കുന്ന ഉത്തരമായിരിക്കും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വഭാവം. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളിക്ക് 1000 ചോദ്യങ്ങളുണ്ടെങ്കിൽ പോലും ആ 1000 ചോദ്യങ്ങളുടെയും മുന ഒടിക്കത്തക്ക രീതിയിലുള്ള ഒറ്റ ഉത്തരം മതി പരിശുദ്ധാത്മാവിൻ്റെ. പിന്നെ അതിനപ്പുറത്തേക്കൊരു ആൻസർ പറയേണ്ട ആവശ്യം പോലും വരത്തില്ല. കാരണം അത് പറയുന്നത് മനുഷ്യാത്മാവല്ല, ദൈവാത്മാവാണത് പറയുന്നത്. അതുകൊണ്ടാണ് അപ്രകാരം ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യപ്പെടണമെന്ന് നമുക്ക് ആവശ്യപ്പെടണമെന്നാണ്. അത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലേ എന്ത് ചെയ്യാവുള്ളൂ? ദൈവിക മർമ്മങ്ങളെ തെളിയിച്ച് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ തന്നെയാണ് ഡിബേറ്റേഴ്സ് ചെയ്യേണ്ടത്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ അനാവശ്യമാകുന്ന വാദപ്രതിവാദങ്ങൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അനാവശ്യമാകുന്ന വാദപ്രതിവാദങ്ങളുണ്ട്, അല്ലേ? പലപ്പോഴും നമ്മൾ ഡിബേറ്റേഴ്സ് അനാവശ്യമാകുന്ന ഒത്തിരി വാദപ്രതിവാദങ്ങളിൽ ചെന്ന് ചാടാറായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാനുഷികപരമായിട്ട് വിളിക്കുന്ന എല്ലാ ഡിബേറ്റിലും ചെന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ നാവ് കൊണ്ട് എന്ത് ചെയ്യും? നമ്മളവിടെ ചെന്ന് പറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ യേശുക്രിസ്തുവും അതുപോലെ തന്നെ പൗലോസും പത്രോസും ഒക്കെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള ഡിബേറ്റുകളിലേക്ക് മാത്രം എന്ത് ചെയ്യുകയാണ്? കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പൗലോസ് തന്നെ പറയുന്നുണ്ട് അനാവശ്യമാകുന്ന വാദപ്രതിവാദങ്ങളെ ഒഴിഞ്ഞിരിക്കാനാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അനാവശ്യമാകുന്ന വാദപ്രതിവാദങ്ങളെ ഒഴിഞ്ഞിരുന്നു കൊണ്ട് എന്ത് ചെയ്യണം? ആവശ്യമുള്ള വാദപ്രതിവാദങ്ങളിലേക്ക്, അതായത് ദൈവീകപരമാകുന്ന കാര്യങ്ങളെ തെളിയിച്ച് പറയേണ്ടുന്ന ദൈവം യഥാർത്ഥമായി ജീവിക്കുന്നുണ്ടോ, ക്രിസ്തു തന്നെയാണോ ദൈവം
അല്ലെങ്കിൽ ആ പ്രകാരമുള്ള ആ വാദപ്രതിവാദങ്ങളിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ഗൈഡൻസ് ഉണ്ടായി നമുക്ക് ആ ഡിബേറ്റ് ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഡിബേറ്റേഴ്സിന് കുഴപ്പമുണ്ടാകുന്നത്, ഒത്തിരി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പ്രാർത്ഥനയിലും കുറച്ച് പരിശുദ്ധാത്മാവിലും ആശ്രയിക്കുന്നുള്ളതാണ്. ഒരു പരിധിവരെ ഇപ്പോൾ ഈ ഡിബേറ്റേഴ്സിന് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വലിയ തിരക്കുള്ളവരാണ്. ആ വലിയ തിരക്കിനിടയ്ക്ക് വേണ്ടുന്ന വണ്ണം പ്രാർത്ഥിക്കുന്ന സമയം പോലും ചിലപ്പോൾ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത്. പലപ്പോഴും ആ ഡിബേറ്റുകൾ കാണുമ്പോൾ അതിൻ്റെ അകത്തൊരു ഒരു ഉണങ്ങിയ അവസ്ഥ, ഇങ്ങനെ പ്രതിപാദിക്കാൻ നിൽക്കുന്നവർക്ക് ഒരു ഉണങ്ങിയ അവസ്ഥ ഫീൽ ചെയ്യുന്നതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറായിട്ടുണ്ട്. ഒരു ഉണങ്ങിയ അവസ്ഥ അവരിലേക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ വറ്റി വരണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആഴത്തിലുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ ആഴത്തിലുള്ള വചന ധ്യാനവും അവിടെ ഉണ്ടായിരിക്കണം. പിന്നീട് ആഴത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വലിയ തരത്തിലുള്ളതാകുന്ന മർമ്മങ്ങളെ നമുക്ക് വിശദീകരിച്ചുകൊണ്ട് എതിരാളിയുടെ അടപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. ഇതൊരു ദൈവിക മർമ്മമാണിത്, ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിബേറ്റേഴ്സ് ആയിരിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാം. എല്ലാവരും ആഴത്തിലുള്ള പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിലുള്ള ആശ്രയം ഉണ്ടായിരിക്കണം. പിന്നെ ആഴത്തിലുള്ള അറിവും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് പ്രതിയോഗിയെയും ഏത് സ്ഥലത്തും എന്ത് ചെയ്യാൻ കഴിയും, മുട്ടുകുത്തിക്കാൻ കഴിയും. കാരണം അത് ദൈവവചനപ്രകാരം അത് കർത്താവ് യേശുക്രിസ്തു തെളിയിച്ചിട്ടുണ്ട്, പിന്നെ അപ്പസ്തലന്മാരെ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തെളിയിക്കപ്പെട്ട വസ്തുത നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ജ്ഞാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഡിബേറ്റുകൾ നമ്മൾ ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ജ്ഞാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഡിബേറ്റിന് പലപ്പോഴും അത്രത്തോളം ഒരു ഫലം കൊടുക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഈ ലോകത്തിൻ്റേതാകുന്നൊരു വസ്തുവിനെയല്ല നമ്മൾ പറഞ്ഞ് തെളിയിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഗൈഡൻസോടെ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ വിജയം നമുക്ക് ആ ഡിബേറ്റിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പിന്നെ ഡിബേറ്റ് കഴിഞ്ഞിട്ട് മറ്റവർ പോയി പറയുന്ന വീഡിയോകൾക്ക് കമൻ്റ് ഇടാതിരിക്കുക. അതുപോലെ തന്നെ അതിന് മറുപടി പേഴ്സണലായിട്ട് പിന്നെ നമ്മൾ കൊടുക്കാതിരിക്കുക. കാരണം അവിടെ വെച്ച് പറഞ്ഞ് തീർന്നിട്ട് അപ്പം തന്നെ മനസ്സിലാവും അവിടെ വെച്ച് ആ ഡിബേറ്റിൻ്റെ സ്ഥലത്ത് വെച്ച് പറഞ്ഞത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പിന്നീട് കേൾക്കുന്നവർക്ക് തോന്നും. ഒരു കാര്യം പറഞ്ഞ് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഇരിക്കാറില്ല. അവിടെ തീരുകയാണ് വിഷയം. ഇല്ല പിന്നീട് ഡിബേറ്റ് ആകാം നമുക്ക്. ഇല്ല പിന്നീട് പോയിട്ട് വിഷയത്തെ സംബന്ധിച്ച് ഓരോരുത്തരും പേഴ്സണലായിട്ട് വീഡിയോ ഇടുകയാണ്. അതിപ്പം മുഹമ്മദ് ഈസ ആണെങ്കിൽ അങ്ങനെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു അയ്യപ്പൻ സഹോദരന് അദ്ദേഹമേ അൽക്കൊടിത്തോട്ടമേ, അങ്ങനെ ആരാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ഡിബേറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് പേഴ്സണലായിട്ട് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഒരു പോരായ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടം കൊണ്ട് ആ വിഷയം തീർന്നിരുന്നില്ല, പിന്നെയും കുറച്ച് എന്തോ ബാക്കിയുണ്ട് തെളിയിക്കാനെന്ന് നമുക്ക് കേൾക്കുന്നവർക്ക് തോന്നും. അപ്പം നമ്മളൊരു വിഷയം പറഞ്ഞു, അത് ആ സ്റ്റേജിൽ വെച്ച് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ച് നമ്മൾ അവിടെ വിട്ട് പോരുമ്പോൾ ആ വിഷയം നമ്മൾ എന്ത് ചെയ്യാം, വിട്ടുകളയുക. ഇനി പിന്നീട് അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് പേഴ്സണലായിട്ട് സംസാരിക്കാതിരിക്കുക. കാരണം അങ്ങനെ പിന്നീട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും തോന്നും അന്ന് പറഞ്ഞത് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നീട് പോയി ഒറ്റയ്ക്കിരുന്ന് വീഡിയോ ഇട്ട് തെളിയിക്കുന്നതിന്. കാരണം ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വൺ സൈഡ് ടോക്ക് അല്ല. ഡിബേറ്റ് എന്ന് പറയുന്നത് മുഖാമുഖം ഇരുന്നു കൊണ്ടെന്നാണ്. പണ്ടുള്ള രാജകൊട്ടാരങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് തർക്കശാസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് തർക്കിക്കുകയാണ്, രാവും പകലും തർക്കിക്കുകയാണ്. അങ്ങനെ തർക്കിച്ച് എന്ത് ചെയ്യുകയാണ്, അതിനെ ഒരു സൈഡ് വിജയിക്കുന്നു, മറു സൈഡ് പരാജയപ്പെട്ടു പോകുന്നില്ലെങ്കിൽ രണ്ട് സൈഡും വിജയിച്ചിട്ട് അവരിങ്ങനെ സമമായിട്ട് അത് തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡിബേറ്റുകളൊക്കെ കാലങ്ങളിൽ ഇങ്ങനെ രാജകൊട്ടാരത്തിലൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇന്ന് പാർട്ടി തലങ്ങളിൽ നടക്കുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും പ്രകാരമുള്ള ഡിബേറ്റുകൾ നടക്കാറുണ്ട്. പക്ഷേ ഇന്ന് നടക്കുന്ന ഡിബേറ്റുകളിലൊന്നും ജയം എവിടെയാണെന്ന്, അത് രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ച നമ്മൾ രാത്രി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഒന്നും പറയാനില്ലെങ്കിലും അതിനെ ന്യായീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നതാണ് ഉരുണ്ട് കളിക്കുകയാണെന്ന് മനസ്സിലാകും. എന്നാൽ ബിബ്ലിക്കൽ ഡിബേറ്റുകൾ ഒരിക്കലും ഒരു ഉരുണ്ട് കളിയല്ല. അങ്ങനെ കേൾക്കുന്നവർക്ക് തോന്നുക പോലും അരുത്. അതാണ് ബൈബിൾ ഡിബേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേൾക്കുന്ന ഒരു വിശ്വാസിക്കും ഒരു അവിശ്വാസിക്കും ഇതൊരു ഉരുണ്ടുകളിയാണെന്ന് ആർക്കും എന്ത് ചെയ്യാൻ തോന്നാൻ പാടില്ല. അത് പറയുന്ന ആളുടെ അഭിഷേകവും അറിവും പ്രാർത്ഥനയും ഒക്കെ ഒന്നിച്ചു ചേരുമ്പോൾ എന്ത് ചെയ്യും, അത് കൃത്യമാകുന്നൊരു ഉത്തരമായിരിക്കും.
അതിന് മറുപടി പറയാനായിട്ട് പിന്നെ ആരും ഉണ്ടാവില്ല. അതെത്ര വലിയ ചോദ്യങ്ങളാണോ അതിൻ്റെ എല്ലാം മുനയെ ഒടിച്ചു കളയാൻ ആ ഒരു മറുപടിക്ക് കഴിയുകയും ചെയ്യും. പിന്നീട് ഈ വളരെയധികം ബഹളമുണ്ടാക്കിയില്ലെങ്കിൽ വാതോരാതെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ബിബ്ലിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായിട്ടുള്ളതും അത് ആഴത്തിലുള്ളതുമായിരിക്കും. അപ്പോൾ ഈ മറുപടി കേൾക്കുന്നവർക്ക് മനസ്സിലാകണം, ഇത് ചുമ്മാതിങ്ങനെ നമ്മൾ ഈ വായു കൊണ്ട് വളവള ഇങ്ങനെ സംസാരിക്കുന്നതല്ല, ഇതൊരു ആധികാരികമാകുന്ന ആൻസറാണ്, ഉത്തരമാണെന്ന് കേൾക്കുന്നവർക്കെല്ലാവർക്കും മനസ്സിലാകുന്നതാണ് ബൈബിൾ ഡിബേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവൻ യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്നൊക്കെ പുറപ്പെടുന്ന ആ വാക്കുകളുടെ ആ ശൈലിയും അതിൻ്റെ ആ ലാവണ്യം അതിൻ്റെ ആധികാരികതയൊക്കെ കണ്ടിട്ടെന്നാണ് ചോദിച്ച ആളുടെയും വായടഞ്ഞു പോയി, അത് കേട്ടിരുന്നവരും അന്താളിച്ചു പോയി എന്നുള്ളതാണ് അല്ലേ. ചെറുപ്പത്തിൽ തന്നെ യേശുക്രിസ്തു അവരെ ഡിബേറ്റ് ചെയ്ത് തോൽപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്, അത്ര ചെറുപ്രായത്തിൽ തന്നെ. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആഴത്തിലുള്ള ഒരു ഗൈഡൻസ് യേശുക്രിസ്തുവിനുണ്ടായിരുന്നുള്ളതാണ്. ന്യായപ്രമാണത്തിലുള്ള അറിവ് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ആഴത്തിലുള്ള ആ ഗൈഡൻസ് അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അത്ര പരീശന്മാരും വലിയവരാകുന്ന ജ്ഞാനമുള്ള പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെയും യേശുക്രിസ്തുവിൻ്റെ ആ വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്യുകയാണ്, അവർക്ക് ഒരു അന്താളിപ്പോടുണ്ടാകുകയാണ്, അവർ സ്തംഭിച്ചു പോവുകയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ഡിബേറ്റേഴ്സിൻ്റെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കെന്താണ് പലപ്പോഴും അത് ഒഴിഞ്ഞു മാറുന്നുണ്ടോ തെന്നി മാറുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന പോലെ തോന്നും. ചില ചോദ്യങ്ങളിൽ നിന്ന് തെന്നി മാറുന്നുണ്ടോ ഒഴിഞ്ഞു മാറുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഒരിക്കലും ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെ ഒരു ചർച്ചയാണ്, അതൊരു മുസ്ലിം സഹോദരനുള്ള ഡിബേറ്റാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിൽ ഇങ്ങനെ തുപ്പുന്നതിനെ പറ്റിയുള്ള ഒരു വിവാദം ഉണ്ടായ സമയത്താണ്. അപ്പോൾ ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിനോട് ഈ മുസ്ലിമായ ഒരു സഹോദരൻ ചോദിക്കുന്നുണ്ട്, യേശുക്രിസ്തു ഇങ്ങനെ തുപ്പിയതിനെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ഒരാളുടെ കണ്ണിൽ തുപ്പി ഇല്ല എന്ന് ചോദിക്കുമ്പം സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്തോർത്തുകൊണ്ടാണോ ഇല്ല അങ്ങനൊരു വാക്യമേ ഇല്ലെന്ന് പറഞ്ഞ് വാദിക്കുകയാണ് അവിടെ അദ്ദേഹത്തോട്. അത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയത്, കാരണം പുള്ളി വളരെയധികം ബൈബിൾ വായിച്ച് ഇങ്ങനെ ഡിബേറ്റുകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഖണ്ഡിച്ച് പറയുകയാണ്, അങ്ങനെ ഒരു വാക്യം എടുത്ത് കാണിക്കുക, മറ്റേ പുള്ളി എടുത്ത് കാണിക്കുകയാണ് യേശുവിൻ്റെ കണ്ണിൽ തുപ്പി എന്ന് തന്നെ വാക്യം അവിടെ എഴുതിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ വാക്യം എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പുള്ളിക്കാരന് പിന്നെ അങ്ങോട്ടൊന്നും പറയാനില്ല. ആ വാക്യം വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്യണം, അവിടെ കിടന്ന് വല്ലാതെ ഉരുണ്ട് കളിക്കുകയാണ് പിന്നീട് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഡിബേറ്റേഴ്സായിട്ട് പോകുന്നവരൊന്ന് ഈ പറയുന്ന വസ്തുതകളെക്കുറിച്ച് ബൈബിളിൽ എവിടെയെല്ലാം പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ആഴത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ആഴത്തിൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് തന്നെയാണ് സംസാരിക്കേണ്ടത്. ഇല്ലെങ്കിൽ ആ വിഷയം എനിക്കറിയില്ല, അതിനെപ്പറ്റി അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നവിടെ സമ്മതിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ അത് പലപ്പോഴും എന്താണ് സമ്മതിക്കാറില്ല, ഞാൻ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ, ഞാൻ പിന്നെ പഠിച്ചിട്ട് പറയാമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ വിഷയത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ മറുപടി അറിഞ്ഞിരിക്കണം, കാരണം ആ വിഷയം പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനും എന്താണ്, അത് നല്ല വായനയും പഠനവും ഒക്കെ ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ പിന്നീട് ആഴത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡിബേറ്റ് നമുക്ക് ബിബ്ലിക്കലായിട്ട് ജയിച്ച് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടുന്ന എന്ന് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ എന്താണ്, അത് ഈ ഡിബേറ്റിന് പോകുമ്പോന്നവർക്ക് മാത്രമല്ല ആ സമൂഹത്തിന് തന്നെ അതൊരു ചെറിയ ഒരു വിഷമം ഉണ്ടാക്കുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിറ്റി തകരുമെന്നോ ഇസ്ലാം തകരുമെന്നോ ഒന്നല്ല പറയുന്നത്. പക്ഷേ ഇല്ലെങ്കിൽ ഹിന്ദുസം തകരുമെന്നല്ല പറയുന്നത്, ഇല്ലെങ്കിൽ എത്തിസം തകരുമെന്നല്ല പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ബലം കുറഞ്ഞു പോകുമെന്നുള്ളതാണ്. ഫൗണ്ടേഷൻ്റെ ബലം കുറഞ്ഞു, അത് ചലിക്കുന്നതായിട്ട് തോന്നും നമുക്ക്. ആയിട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഡിബേറ്റേഴ്സ് എന്താണ് അപ്രകാരം ഒരു പ്രത്യേകിച്ച് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ ബൈബിൾ വിശ്വസിക്കുന്നത് കൊണ്ട് ക്രിസ്ത്യൻ ഡിബേറ്റേഴ്സിനാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരിക്കലും നമ്മുടെ വായി കൊണ്ട് നമ്മുടെ ഈ അടിസ്ഥാനത്തെ കുലുക്കുന്നവരാകാതിരിക്കുക, നമ്മുടെ അടിസ്ഥാനത്തെ മറിച്ച് കളയുന്നവരാകാതിരിക്കുക. വളരെ ആഴത്തിലുള്ള ജ്ഞാനവും പ്രാർത്ഥനയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസോടുകൂടെയൊക്കെ ഈ ഡിബേറ്റിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുക. അല്ലെങ്കിൽ എന്താണ്, അത് നമ്മളെ സാരമായിട്ട് ബാധിക്കുക, നമ്മുടെ സമൂഹത്തെ അത് സാരമായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീട് എല്ലാ കാര്യങ്ങളിലും കയറി അഭിപ്രായം പറയാതിരിക്കുക അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ചില സിനിമയുടെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ എന്താണ് അഭിപ്രായങ്ങൾ പറയാൻ പോയിട്ടുണ്ട്. നമ്മൾ ഡിബേറ്റേഴ്സ് പോകുന്നുണ്ട്. അപ്പം ആടുജീവിതത്തെ പറ്റി ഒരഭിപ്രായം പറയുക,
അതിൻ്റെ ഒന്നും കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ ക്രിസ്ത്യാനിറ്റി തമ്മിൽ യാതൊരു ബന്ധമുള്ളതല്ല. സമൂഹത്തിൽ നടക്കുന്ന മറ്റൊരു കാര്യത്തെപ്പറ്റി പറയുന്ന പോലെയല്ല ഈ ഫിലിം സംബന്ധിച്ചുള്ള ഒരു ഡിബേറ്റിന് ഇല്ലെങ്കിൽ അതിൻ്റെ മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനിറ്റിയെ ടച്ച് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ഇതിനെ ടച്ച് ചെയ്യുന്നതാണ്. ഇപ്പം ഈ ഡാവിഞ്ചി കോഡ് പോലെ അല്ലെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു ന്യൂജൻ ചർച്ചകളെക്കുറിച്ചൊക്കെ ഉള്ളതാകുന്ന അപ്രകാരമുള്ള ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ മറുപടി കൊടുക്കുന്ന കുഴപ്പമില്ല. മറ്റ് ഫിലിമുകളെ പറ്റിയൊക്കെ ഇപ്പോൾ ആടുജീവിതം പോലുള്ളതിനെപ്പറ്റിയും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. അതിനൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ്. കാരണം അത് നമ്മളോട് യാതൊരു ബന്ധവുമുള്ള കാര്യങ്ങളല്ല. അപ്പം അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ ആധികാരികത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ടോപ്പിക്കിൻ്റെ ആധികാരികത നഷ്ടപ്പെടുകയാണ്. കാരണം ആ പുള്ളിക്കാരൻ എല്ലാത്തിലും കയറി ഇടപെടും എന്ന് പറയാതെ നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം ആ കറക്റ്റ് കാര്യം മാത്രമേ പറയുള്ളൂ, അദ്ദേഹം ചില ടോപ്പിക്കുകൾ മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ എന്ന് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വില നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഡിബേറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്തായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡിബേറ്റേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനെപ്പറ്റി ആധികാരികമായി പഠിക്കുക, പിന്നീട് ആ തലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഗൈഡൻസ് ചോദിക്കുക, ഒരു ഉപവസിക്കാൻ പ്രാർത്ഥിക്കുക, വചനദാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വലിയ നല്ലതാണ്. അങ്ങനെ പ്രാർത്ഥിക്കാനും ഉപവസിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും ഇല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ആ ഡിബേറ്റ് ഒഴിവാക്കാം. നമുക്ക് അതിൻ്റെ ഡേറ്റുകൾ മാറ്റി വെച്ചിട്ട് നമുക്കതെല്ലാം നമ്മൾ ശരിക്കും പൂർണ്ണമായിട്ടും ആ ഗൈഡൻസിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് വന്നിട്ട് നമ്മൾ പോയി ഡിബേറ്റിൽ പങ്കെടുത്താൽ മതി. അപ്പോൾ അത് നാട്ടുകാരെന്ത് പറയുന്നു നോക്കിയുള്ളതല്ല. ഇനി ഒന്നും ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് ആ ടോപ്പിക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നമുക്ക് അവിടെ പരസ്പര വിരുദ്ധമാകുന്ന കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പരാജയപ്പെടുന്നതിലും നല്ലത് ആ ഡിബേറ്റ് നീക്കി വെച്ചിട്ട് ഇല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റൊരു സമയം തിരഞ്ഞെടുത്ത് ആഴത്തിൽ പ്രാർത്ഥിച്ച് പഠിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസോടെ ഇറങ്ങിച്ചെന്ന് അതിൽ പങ്കെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ഡിബേറ്റേഴ്സും അങ്ങനെ ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ഡിബേറ്റേഴ്സും അങ്ങനെ ആയിത്തീരട്ടെ. പിന്നീട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇതിനടിയിലോട്ട് വന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുകയാണ്, പരസ്പരം മല്ലടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മല്ലടിച്ചുകൊണ്ടെന്നാണ് കമൻറ്റുകൾ ചെയ്ത് വിദ്വേഷം ഉണ്ടാകാതെ ആ ടോപ്പിക്ക് അനുസരിച്ചുള്ള കമൻറ്റുകൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കൂടെ അഭിപ്രായമാണ്. ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ചാടി പെട്ടെന്ന് കമൻറ്റ് അടിക്കാറുണ്ട്. പക്ഷേ അത് പിന്നീട് ചിന്തിച്ചപ്പോൾ പലപ്പോഴും നമ്മൾ ആ കമൻറ്റുകളൊക്കെ അനാവശ്യമായിരുന്നു എന്ന് നമ്മൾ തോന്നി നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് പലപ്പോഴും. ഈ കമൻറ്റ് ഇവിടെ ആവശ്യമില്ലായിരുന്നു, ഇത് പറയേണ്ട കാര്യമല്ലായിരുന്നു, ഈ ചോദ്യത്തിന് ഈ കമൻറ്റ് അല്ല കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു നല്ല നേരായ ആൻസർ കൊടുക്കുന്നിടത്ത് നമ്മളൊരു തമാശ കമൻറ്റ് അവിടെ ഇട്ട് കളിയാക്കി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കമൻറ്റുകൾ അതുപോലെ നമ്മൾ ഒഴിവാക്കി വിടുക എന്നത് സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ മതപരമാകുന്ന ആ ഇതിന് ശൈലിക്കും നല്ലതായിരിക്കും. പിന്നെ പ്രകാരമുള്ള കമൻറ്റുകൾ ഇടുമ്പോൾ ഓരോ മതത്തിൻ്റെ അനുയായികൾ ഇടുന്ന കമൻറ്റുകൾ ആ മതത്തിൻ്റെ മൂല്യം ഉയർത്തി കാണിക്കും അല്ലേ. ഒരു ക്രിസ്ത്യാനിൻ്റെ ഒരു ഇതിനടിയിലേക്ക് വന്ന് ഹിന്ദുക്കളും മുസൽമാനും ഒരു ഡിബേറ്റിനടി വന്ന് വളരെ മോശമായ തെറി കമൻറ്റുകൾ അടിക്കുകയാണെങ്കിൽ ആ മതത്തിൻ്റെ മൂല്യച്യുതിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അപ്രകാരം ഉണ്ടാകാതെ ആരോഗ്യപരമാകുന്ന കമൻറ്റുകൾ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് പറയുവാനായിട്ടുള്ളത്. അപ്പോൾ അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഡിബേറ്റേഴ്സിൻ്റെ ആവശ്യമാണ്. അങ്ങനെ എല്ലാം ശ്രദ്ധിച്ചാൽ വലിയ നല്ല രീതിയിൽ ഡിബേറ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്.